നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നമ്മുടെ കള്ളൻ വാസുവിന്റെ കയ്യിൽ വിലങ്ങ് വെച്ചതൊക്കെ എല്ലാവരും കണ്ടതാണല്ലോ അല്ലേ? ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ അയ്യന്റെ മുതലെ കട്ടവൻ കള്ളൻ തന്നെയാണ്. അതിനെ ചേക്ക് വിട്ട് പുറത്തു പോയാലും ഇല്ലെങ്കിലും ശരി, കള്ളൻ കള്ളൻ തന്നെ. അതിനെ ചെമ്പ് സ്വർണമാക്കിയാലും ശരി, സ്വർണം ചെമ്പാക്കിയാലും ശരി, വെള്ളിയാക്കിയാലും ശരി, ഇനി ഒരു ഒപ്പിട്ടെങ്കിൽ മാത്രം അതായാലും ശരി, ഇനി കള്ളന് കഞ്ഞി വെച്ചാലും ശരി, കള്ളൻ കള്ളൻ തന്നെ. അങ്ങനെ മലയാളികളെ പറ്റിച്ചിട്ട് മുങ്ങാമെന്ന് ഒരു കള്ളന്മാരും കരുതേണ്ടതില്ല. അയ്യപ്പൻ ഇവിടെ സാക്ഷാൽ അയ്യപ്പൻ ഉള്ളിടത്തോളം കാലം കള്ളന്മാരൊക്കെ തന്നെ ഇങ്ങനെ തന്നെ നീണാൾ വാഴുകയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് വാസുവിന്റെ അറസ്റ്റ്, പത്മകുമാറിന്റെ അറസ്റ്റ്. ഇനി അടുത്ത ഉടനെ അറസ്റ്റ് ചെയ്യും എന്ന് നമ്മൾ കരുതുന്ന മുൻ മന്ത്രിയുടെയും അറസ്റ്റ് ഒക്കെ നമുക്ക് അങ്ങനെ കണക്കാക്കാം. എന്തായാലും വാസുവിനെ വിലങ്ങ് വെച്ച് കൊണ്ടുവന്നതിൽ വിരളി പൂണ്ട് പോലീസ് ഇപ്പോൾ വിശദീകരണം ഒക്കെ തന്നെ തേടിയിട്ടുണ്ട്. പോലീസ് കമ്മീഷണറാണ് വിശദീകരണം തേടിയിരിക്കുന്നത്. എന്തായാലും വിശദീകരണം തേടിയാലും ഇല്ലെങ്കിലും വിലങ്ങ് വെച്ചു, അത് മതി. അങ്ങനെ തന്നെ വേണമായിരുന്നു കോടതിയിൽ കൊണ്ടുവരാൻ. കാര്യം ഇനി അധികാരത്തിന്റെ ഹുങ്കുണ്ടെന്ന് കരുതി ഒരു ദൈവത്തിന്റെയോ ദേവയുടെയോ പള്ളിയിലെയോ മുതല അടിച്ചു മാറ്റാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഗതി ഇത് തന്നെയായിരിക്കും. ഒരു നാൾ പ്രതാപകാലം ഉണ്ടായിരുന്ന ഏതൊരുവന്റെയും കാലം കള്ളത്തരം ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഇത് തന്നെയായിരിക്കും ഗതി എന്ന് അവർ കൂടി മനസ്സിലാക്കട്ടെ. എന്തായാലും അത് നിയമവിരുദ്ധമാണെന്നും അതിന്റെ ആവശ്യമില്ല, അങ്ങനെ വിലങ്ങ് വെച്ച് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ തന്നെ മറുവശത്ത് വാദം ഉയരുകയാണ്. എന്തായാലും വിലങ്ങുമായി വന്ന വാസുവിന് നേരെ BJP പ്രവർത്തകരുടെ അധിക്ഷേപ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചെരിപ്പേറടക്കം ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രതിഷേധം ശക്തമായിരുന്നു. ഇപ്പോൾ ഈ വിഷയം നമ്മുടെ ഈ ലൈം ലൈറ്റിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രഗ്നൻസി അല്ലെങ്കിൽ പ്രഗ്നന്റ് ആക്കണം എന്ന് പറഞ്ഞ ഓരോ ഓഡിയോ ക്ലിപ്പുകളും എടുത്ത് പുട്ടിനിടയിൽ ഇരുന്ന പീര പോലെ എടുത്തങ്ങ് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരും വേണ്ടത്ര ശ്രദ്ധയും കൊടുക്കുന്നില്ല, ആരും വേണ്ടത്ര രീതിയിൽ ഏറ്റെടുക്കുന്നുമില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ശബ്ദ സന്ദേശം പുറത്തു വന്നതിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്ന ഷാഫി പറമ്പിൽ MP. രാഹുൽ വിഷയത്തിൽ പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പാർട്ടി ചെയ്തിട്ടുണ്ട്, കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതും ചെയ്യും. പാർട്ടിയോട് ആലോചിച്ച് കൂടുതൽ പ്രതികരണം നടത്തും. ശബരിമല ഉൾപ്പെടെയുള്ള കേസിൽ പത്മകുമാറിനെ പദവിയിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ടോ? ഇത്തരം വലിയ അഴിമതി നടത്തി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയവരെ CPM സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അയാൾ പാർട്ടി അംഗമാണ്, ഷാഫി പറമ്പിൽ MP പറഞ്ഞു. സസ്പെൻഡ് ചെയ്ത MLA-യെ പാർട്ടിയുടെ ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കില്ലെന്ന് K. മുരളീധരനും ആവർത്തിച്ചു. സർക്കാർ നടപടി എടുത്താൽ പാർട്ടിയും കൂടുതൽ നടപടി എടുക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. അതേസമയം നിർബന്ധിത ഗർഭചിത്രത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി നൽകാൻ ഒരുങ്ങി യുവതി. പരാതി നൽകാൻ തയ്യാറായാൽ എല്ലാവിധ പിന്തുണയും നൽകുമെന്നാണ് സർക്കാരിന്റെ നിലപാട്. രാഹുലിനെതിരായ ഗർഭചിത്ര ആരോപണത്തിൽ കൂടുതൽ തെളിവുകൾ കൂടി പുറത്തു വന്നെങ്കിലും പരസ്യമായ പ്രതിഷേധം വേണ്ടെന്നാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന വ്യാപകമായി ഇടതുമുന്നണി പ്രചരണത്തിന് ആയുധമാക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കരുത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് KPCC നേതൃത്വം നിർദ്ദേശം നൽകിയാണ് സൂചന. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തതിൽ അതൃപ്തിയുണ്ട്. എന്നാൽ KC വേണുഗോപാലിന്റെ പിന്തുണയോടുകൂടിയാണ് രാഹുലിന്റെ വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള നീക്കമെന്നാണ് വ്യക്തമാകുന്നത്. ഇതിന് തടയിടാനാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ KPCC നേതൃത്വം നിർദ്ദേശം നൽകിയത്. ഗർഭചിത്ര ആരോപണത്തിലെ ആദ്യത്തെ ഫോൺ സംഭാഷണം പുറത്തു വന്നതോടുകൂടിയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും രാഹുലിനെ സസ്പെൻഡ് ചെയ്തത്. 3 മാസം മുമ്പ് ഉയർന്ന ആരോപണം കെട്ടടങ്ങി തുടങ്ങിയതോടുകൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി തുടങ്ങിയത്. അതേസമയം വീണ്ടും ശബരിമല വിഷയത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഷാഫി പറമ്പിൽ പറഞ്ഞതുപോലെ തന്നെ ശബരിമല വിഷയത്തിൽ പത്മകുമാർ അറസ്റ്റിലായപ്പോൾ നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഒരു പാർട്ടി നേതാവ് എന്ന നിലയിൽ, ഒരു CPM-കാരൻ എന്ന നിലയിൽ നിങ്ങൾ എന്ത് തീരുമാനം, എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത് എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എത്ര രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വെച്ച് മറയ്ക്കാൻ ശ്രമിച്ചാലും ആ ചോദ്യം ഇങ്ങനെ സമൂഹത്തിൽ ചോദിച്ചുകൊണ്ടേയിരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിന്റെ കസ്റ്റഡി കാലാവധി 14 ദിവസം
കൂടി നീട്ടി. കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് നടപടി. വിലങ്ങില്ലാതെയാണ് വാസുവിനെ കോടതിയിൽ എത്തിച്ചത്. വാസു ദേവസ്വം കമ്മീഷണറായിരുന്ന സമയത്ത് സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വാസുവിനെ കോടതിക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്നതിനിടയിൽ BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. വാസുവിനെതിരെ മുദ്രാവാക്യം വിളിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. അതിനിടെ വാസു ഇന്ന് സമർപ്പിച്ച ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. കേസ് നടക്കുന്ന സമയത്ത് ചുമതലയിൽ താൻ ഉണ്ടായിരുന്നില്ലെന്നാണ് ജാമ്യാപേക്ഷയിൽ വാസു പറയുന്നത്. കൂടാതെ SI പിടിച്ചെടുത്ത രേഖകൾ കോടതിയുടെ മേൽനോട്ടത്തിൽ പരിശോധിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെടുന്നു. എല്ലാം വാസു അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത് എന്ന കേസിൽ നേരത്തെ അറസ്റ്റിലായ മുരാരി ബാബുവും സുധീഷ് കുമാറും മൊഴി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വാസുവിനെ അറസ്റ്റ് ചെയ്തത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും 2 വട്ടം ദേവസ്വം കമ്മീഷണറുമായിരുന്ന N വാസു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനുള്ള കട്ടിള സ്വർണം പുതിയതാണ് എന്ന് 2019 ഫെബ്രുവരി 16 എക്സിക്യൂട്ടീവ് ഓഫീസർ ബോർഡിന് നൽകിയ കത്തിലുണ്ടായിരുന്നു. ഇത് തിരുത്തി ചെമ്പുവാളികൾ എന്നാക്കിയത് വാസുവിന് കുരുക്കായിരുന്നു. സ്വർണം പതിഞ്ഞ കട്ടിള ചെമ്പെന്ന പേരിൽ പോറ്റിക്ക് കൈമാറാൻ തീരുമാനിച്ചതിലെ ഗൂഢാലോചനയിൽ നിർണായക പങ്കാണ് വാസുവിനുള്ളതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തപ്പോഴും വിലങ്ങ് വെക്കരുത് എന്ന് SP S ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയിരുന്നുവെങ്കിലും ചില പോലീസ് ഉദ്യോഗസ്ഥർ അത് പാലിച്ചില്ലെന്ന ആരോപണമുണ്ട്. അത് SITയിൽ തന്നെ തർക്കത്തിനിടയാക്കിയപ്പോഴാണ് N വാസുവിനെ വിലങ്ങ് അണിയിച്ചത്. ഇതിൽ DGPയും SIT തലവനായ ADGP H വെങ്കടേഷിനെ അതൃപ്തി അറിയിച്ചു. പ്രതിയുടെ പ്രായം, ഏതൊക്കെ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരാണെന്ന് കൈവിലങ്ങ് വെക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊന്നും പരിഗണിച്ചില്ലെന്നാണ് കണ്ടെത്തൽ. CPM നേതൃത്വവും എതിർപ്പ് അറിയിച്ചിരുന്നു. ഇനി മുൻ മന്ത്രിമാർ അറസ്റ്റിലായാലും കൈവിലങ്ങ് വെക്കേണ്ട സാഹചര്യം ഉണ്ടാകും. ഈ സാഹചര്യത്തിലാണ് വാസുവിന്റെ വിലങ്ങ് ചർച്ചയാകുന്നത്. വാസു നടത്തിയത് സംഘടിത കുറ്റകൃത്യമാണ്, ജാമ്യമില്ലാ കുറ്റം. അതുകൊണ്ട് വിലങ്ങ് അണിയിച്ചതിൽ തെറ്റില്ലെന്ന വാദവുമുണ്ട്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായ നടപടിയാണ് കൈവിലങ്ങ് അണിയിക്കലെന്നാണ് വിലയിരുത്തൽ. പൂജപ്പുര സ്പെഷ്യൽ ജയിലിൽ നിന്ന് വാസുവിനെ കൈവിലങ്ങ് അണിയിച്ച ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കോടതി വളപ്പിലെത്തിയപ്പോൾ ആണ് ഒരു കൈയിൽ വിലങ്ങുണ്ടായിരുന്നത്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ 43/3 ആർക്കൊക്കെയാണ് വിലങ്ങണിയിക്കേണ്ടത് എന്ന് വ്യക്തമാകുന്നുണ്ട്. ഇനി ആരൊക്കെ തമ്മിൽ അടിപിടി കൂടിയാലും കടിച്ചുകീറാൻ നിന്നാലും ഭക്തർക്ക്, മലയാളികൾക്ക് വേണ്ടതും ആ കാഴ്ച തന്നെയായിരുന്നു.